മുഹമ്മദ് ബഷീർ നമുക്കൊപ്പമുണ്ട് ടെലിഫോൺ ലൈനിൽ. വെരി ഗുഡ് മോർണിംഗ് സാർ. ഇപ്പോൾ പി വി അൻവറിന്റെ പ്രസ് മീറ്റ് താങ്കൾ കേട്ട് കാണുമെന്ന് കരുതുന്നു. കാര്യങ്ങൾ ഇപ്പോൾ സമവായത്തിന്റെ പാതയിലേക്കാണോ പോകുന്നത്? നമസ്കാരം. ഞാൻ നാട്ടിലില്ല, വളരെ പാർലമെന്റിന്റെ ഡെലിഗേഷന്റെ കൂടെ വന്നിരിക്കുന്നു. അതെ, നാട്ടിലില്ല. അറിഞ്ഞിരുന്നോ? വാർത്ത കണ്ടിരുന്നോ? വാർത്ത അറിഞ്ഞു. പക്ഷെ അത് സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, UDFന്റെ നമ്മളെ കമ്മിറ്റി കൂടിയതിന് ശേഷം അതില് അദ്ദേഹത്തിന്റെ പാർട്ടിയെ ഒരു അസോസിയേറ്റ് മെമ്പർ എന്നുള്ള സ്വഭാവത്തിൽ എടുക്കാമെന്നുള്ള തീരുമാനം വന്നിരുന്നല്ലോ. പിന്നെ എവിടെയാണ് അതിന്റെ സംഗതി അകന്നുപോയെന്നുള്ളതിനെ പറ്റി കൃത്യമായി എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം അന്നത്തെ മീറ്റിംഗിൽ നമ്മൾ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിൽ അൻവറിന്റെ പാർട്ടി ആസ് എ പാർട്ടി എന്ന നിലയിൽ അസോസിയേറ്റഡ് മെമ്പർ എന്നുള്ള സ്വഭാവത്തിൽ ഇപ്പോൾ രമയും അവരൊക്കെ തന്നെ അവരുടെയൊക്കെ സംഘടനാപരമായിട്ടുള്ള അന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിനും അക്സെപ്റ്റബിൾ ആയിരുന്നു എന്നാണ്. പിന്നെ എവിടെയാണ് അതിന് അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ല എന്നതാണ് പി വി അൻവർ ഇന്ന് പറഞ്ഞത്. ഔദ്യോഗിക പ്രഖ്യാപനം, അതിന്റെ ചുമതല, ഔദ്യോഗിക പ്രഖ്യാപനം നടത്തേണ്ട ചുമതല ചെയർമാനായ പ്രതിപക്ഷ നേതാവിനായിരുന്നു. പക്ഷെ പ്രതിപക്ഷ നേതാവ് അത് നടത്തിയില്ല, അത് വൈകിപ്പോയി. അതാണ് പി വി അൻവറിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അല്ല, അത് എനിക്ക് തോന്നുന്നത് അത് റദ്ദായി പോവില്ലെന്നല്ലേ തീരുമാനം. UDFൽ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് വന്നിരുന്നു. അത് ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നില്ല എന്നുള്ള ഇഷ്യൂവിൽ വന്നില്ലെങ്കിൽ അത് വരാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മനസ്സിലാക്കി ശരിയാണോ എന്നറിയില്ല. അന്നത്തെ മീറ്റിംഗിൽ ഞാനുണ്ടായിരുന്നു, അത് ബ്രീഫ് ചെയ്ത് ഏതായാലും അത് മീറ്റിംഗിൽ തീരുമാനിച്ചിരുന്നു. UDFന്റെ മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ആസ് എ പാർട്ടി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു തൃപ്തികരമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. പിന്നെ എവിടെയെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എന്റെ സംഗതി. ഈ മാത്രമല്ല, നേതാക്കൾ തമ്മിലുള്ള ഈഗോയേക്കാൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് വേണ്ടി ആയിരിക്കണം ഒരുമിച്ച് നിൽക്കേണ്ടതെന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടാകുമല്ലോ അല്ലേ? അത് സ്വാഭാവികമല്ലേ. എപ്പോഴും നമ്മള് അടിത്തറ വൈഡൻ ചെയ്യാന്നുള്ളതല്ലേ അതിനാണല്ലേ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുക. അങ്ങനെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. എന്നാൽ പി വി അൻവറിനെ കൂടെ നിർത്തണമെന്ന് തന്നെയാണ് ലീഗിന്റെ നിലപാട്, ഏതു സാഹചര്യത്തിലാണെങ്കിലും. ഈ LDF സർക്കാരിനെ വിമർശിക്കുന്നിടത്തോളം കാലം അതെ തീർച്ചയായും ഞങ്ങൾ അതിന് മുൻകൈ എടുത്തതാണ്. എല്ലാം കൂടി ഡിസ്കസ് ചെയ്തിട്ട് വളരെ പ്രിപ്പയർ ആയിട്ട് നമ്മളെ UDFന്റെ കമ്മിറ്റിയിൽ വന്നൊരു ഡിസ്കഷനാണ്. പിന്നെ അതിന്റെ ഇടയിൽ വന്ന ലാബ്സ് എന്താന്ന് വെച്ചാൽ നോക്കി കറക്റ്റ് ചെയ്യാവുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ താങ്ക് യു ശ്രീ ടി മുഹമ്മദ് ബഷീർ. അദ്ദേഹം ടി മുഹമ്മദ് ബഷീർ നാട്ടിലില്ല എന്ന് പ്രേക്ഷകർക്കറിയാം. അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സർവകക്ഷി ഡെലിഗേഷന്റെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി വിദേശത്താണ് ഇപ്പോഴുള്ളത്. ടി മുഹമ്മദ് ബഷീറാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. PMS എല്ലാം പറഞ്ഞത് ടി മുഹമ്മദ് ബഷീറും ശരിവെക്കുന്നു. UDFന്റെ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. പി വി അൻവറിനെ തൃണമൂൽ കോൺഗ്രസിന് അസോസിയേറ്റ് കക്ഷിയായി പ്രഖ്യാപിക്കേണ്ട ഉത്തരവാദിത്വം UDF ചെയർമാനായ VD സതീശനായിരുന്നു. എന്നാൽ UDF ചെയർമാനായ VD സതീശൻ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നുള്ളതാണ് പി വി അൻവറിന്റെ ചോദ്യം. അവിടെ എവിടെയാണ് ലാപ്സ് വന്നത് എന്നതാണ് ഇപ്പോൾ ലീഗ് MP ആയ ടി മുഹമ്മദ് ബഷീറിന്റെ ചോദ്യവും അത് തന്നെയാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതാണ് ഇനി KC വേണുഗോപാലിനെ കണ്ട് പി വി അൻവർ ആവർത്തിക്കാൻ പോകുന്നത്. തന്നെ കാല് പിടിച്ചപ്പോൾ മുഖത്ത് ചവിട്ടിയെന്നും രാഷ്ട്രീയമായി നഗ്നനാക്കിയെന്നുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചെളിവാരി എറിഞ്ഞു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ UDFൽ നിലനിൽക്കും എന്ന സൂചന കൂടി നൽകുന്നുണ്ട് പി വി അൻവർ.